ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വില്ലേജ് കിട്ടിയിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിന്ന് വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. കുറേ പണികളുണ്ട്. ഇവിടെ ബെഡ് മാത്രമേ ഉള്ളൂ. എന്ത് വില്ലേജാണ് നോക്കട്ടെ. വല്ലതും ഉണ്ടാവണേ ഈശ്വര. ആദ്യത്തെ ചെസ്റ്റാണ്. നോക്കട്ടെ. ഫുഡ് മാത്രം. നല്ല ഫുഡ് എടുത്തേക്കാം. ആപ്പിൾ നമുക്ക് ഗോൾഡ് കിട്ടുവെച്ചാൽ പറ്റുമെങ്കിൽ ഗോൾഡൻ ആപ്പിൾ ആക്കാം. ഇതുകൂടി ഇരുന്നോട്ടെ, അഥവാ വിഷ്കച്ച നമുക്ക് തിന്നാം. നമുക്ക് നോക്കണം. ഇവിടേക്ക് ഒരു കിട്ടിയായിരുന്നെങ്കിൽ വൈസ് നല്ലതായിരുന്നു. വാട്ടർഫാളൊക്കെ ഉള്ള സ്പൈഡർ നീ തീർന്നടാ. ഫൈറ്റിനൊന്നും പേടില്ലടാ എനിക്ക്. കോൾ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് പിന്നെ എടുക്കാം. നമുക്കിനി ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് തോന്നുന്നു. ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട്. ഇവിടെ ഒന്നുമില്ല. എന്താ ചെയ്യാം? ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നാവോ? മിക്കവാറും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതെന്താ ഒരു കേവ്? നമുക്ക് നോക്കാം. പോണതിന് മുമ്പായിട്ട് നമുക്ക് ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യട്ടെ. മേലെ വില്ലേജ് ഉണ്ടോ? ഓനോ കയറി ചെന്ന് തന്നെ ഇത് കാണണം. ഈടാ ഇത് ടാസ്ക്കാണ്. ഫുഡ് കഴി. നിന്നെ ഇന്ന് എൻ്റെ കൈ ആദ്യം. My God, respawn set. സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ചത്ത്. കുഴപ്പമില്ല, ഒരുത്തൻ തീർന്നു. നീ തീർന്നടാ. കൈ കൊണ്ട് നിന്നെ തല്ലിക്കൊള്ളു. നീ തീർന്നു. ചാവ്. നമുക്ക് മിക്കവാറും ഇത് ഇവിടുന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് പാലും വെള്ളത്തിൽ പണി കിട്ടാൻ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഡെഡ്. എൻ്റെ ബെഡ് പൊട്ടിച്ചെടുക്കുന്നതിന് മുമ്പേ സ്പൈഡറിനെ കൂടി കൊല്ലട്ടെ. നീ ചാവ്. ഒറ്റ തട്ട്. എൻ്റെ സാധനം വല്ലതും പോയെന്നെങ്കിൽ കാണരുന്നു. ആണേ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കട്ടെ. ഫുഡ് ഇതൂടെ കാക്കിൻ്റെ കൂടെ മതി. നമുക്ക് നമ്മളെ ബെഡ് എടുത്ത് അതും കൈ പിടിക്കണം. എന്നാലും ഉദ്ഘാടനം തന്നെ ഡെഡ്. ഇതൊക്കെ എവിടുന്ന് പൊട്ടി മുളയ്ക്കണേ?
എന്തൊരു കുഞ്ഞെങ്കിലും എന്തെങ്കിലും അയങ്കോളുണ്ട്. പക്ഷെ അയങ്കോളത്തിനെ കൊല്ലാൻ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അയങ്കോളത്തിനെ കൊന്ന ഗൈസ് ചെറിയ ലാഗ് ഉണ്ടാവും, വിശ്വാക്കണ്ട ഗൈസ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഫോണ് ചെറിയ റെഡ്മി 6 7 ആണ്. അപ്പോൾ അതിൻ്റെ ലാഗാണ് ഗൈസ്. ഒരു മിനിറ്റ് ഇപ്പോൾ ശരിയാക്കി തരാം. സോറി, എന്താ ചെയ്യുക. അതിലപ്പോൾ ഞാൻ കളിക്കുന്നത് വേൾഡ് മാറ്റാൻ പറ്റില്ല വേറെ ഫോണിലേക്ക്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ വേൾഡിലൊന്ന് കയറിയപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ലാഗ് അടിച്ചു. 1-2 മോഡ് ഉണ്ടല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. നോക്കട്ടെ. പിന്നെ നമുക്കൊരു സ്കൈ ബ്ലോക്കും 1 ബ്ലോക്കും തുടങ്ങണമെന്നുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അതിന് ചെറിയ എന്തോ ഒരു ബഗ് ഉണ്ട്. എന്തോ നമ്മളിപ്പോൾ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ നമ്മൾ നേരെ നിലത്തേക്ക് പോവും, നമ്മുടെ കയ്യിലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു ബഗ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ പറ, ഇല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കും. പിന്നെ അതുപോലെ കഴിഞ്ഞ വീഡിയോക്കൊന്നും വ്യൂവേഴ്സ് പറഞ്ഞാൽ 16-7 പിന്നെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ 35. പക്ഷെ ഞാൻ വീഡിയോ ഇടും, അതാണ് എൻ്റെ പോളിസി. ഒരു മിനിറ്റ് ഗൈസ്. ഓ മൈ ഗോഡ് പാവം വില്ലേജ്. ചെറിയ ലാഗൊക്കെ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിക്കണ്ട. എൻ്റെ ഹെൽത്ത് നല്ല രീതിക്ക് പോയി. ഒരു ഇത് കഴിക്കാം. പക്ഷെ ഇവിടെ ഒരു ഉണ്ടില്ല ഗൈസ്, ഒരു ഉണ്ടില്ല. ഓ എന്താടാ ഇത്, ഇങ്ങനത്തെ വീട് അവിടെ നിന്ന് തോന്നുന്നു നമ്മൾ വന്നത്. ഫുള്ള് ഇടായി, ഫുൾ അൺലക്കാണ് ഗായ്സ്. എന്താ ചെയ്യാം. ഓക്കെ ജസ്റ്റ് ഇത് കയറി ജസ്റ്റാണ്. ഇവിടെ നിന്ന് എന്തായാലും ഒന്നും കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അയൺകുളത്തിനെ കൊല്ലണോ ചോദിച്ചാൽ കൊല്ലണ്ട. നമുക്ക് ഇനി ഒരു വീട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. മേലുള്ളൊരു വീട് നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഫുഡിന് ക്ഷാമം വരരുത്, അതിനാണ് ഇവന്മാർ. ഇതിനിക്ക് പണിയാവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഇവിടെ മോഡ്സ് സ്പോൺ ആവുന്നുണ്ട്. അയ്യോ പിന്നെ ഞാനൊരു കാര്യം കോഡ് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടൊരു ടോർച്ച് 4 ടോർച്ച് ഉണ്ടാക്കട്ടെ. നൈറ്റ് അങ്ങനെ നൈറ്റ് സ്കിപ്പ് ചെയ്തു. ഓക്കെ ബെഡ് പൊട്ടിക്ക്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 1 ഹെൽത്ത് ഒന്ന് കയറ്റണം. 2 നമുക്കവിടെ വെളിച്ചം വെക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ല പണിയാവാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഒന്നുകൂടെ റീസ്പോൺ സെറ്റ് ചെയ്യട്ടെ, നമ്മളഥവാ ചത്ത പണി കിട്ടാതിരിക്കാൻ. എവിടെയായിരുന്നു നമ്മൾ വന്നത്? നമ്മൾ ഇതിനെ വന്നത് അതിനെ കയറിപ്പോയിട്ട് ആ ഗുഹ, അവിടെ ഗുഹ. ഒരു മിനിറ്റ്, ഹെഡ്സെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ വാ നിനക്കൊക്കെ വെച്ചിട്ടുണ്ട്.
വാടാ നീ വാടാ. ഇവിടെ ടോർച്ച് വെച്ച് കൊടുക്കണം. ഓക്കെ ഓക്കെ, ഇവിടെ ലൈറ്റ് സെറ്റാക്കി കൊടുക്കാം. ഈ ചെറിയ തന്നെ ഒരു സ്പൂണാവുന്നുണ്ട്, അതാ കുഴപ്പം. അയ്യോ, നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചില്ലേ. ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചില്ലേ. ഒന്നോ ചാടല്ലേ, ചാടി ഹെൽത്ത് കളയാൻ എനിക്ക് വയ്യ. പൊട്ടിക്ക് സാധനം പൊട്ടിക്ക്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാനില്ല. വീട് മാറി. അയ്യോ, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളോ അവിടെ ഉണ്ട്. സോറി, ഞാൻ കണ്ടില്ല കേട്ടോ. ഇനിയൊരു 4 ടോർച്ചും കൂടി. എവിടെ 4 ടോർച്ചും കൂടി ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് ഇതിലത്തെ ടോർച്ച് ഇങ്ങനെ ഇട്ട് ഗൈസ്. പക്ഷെ അത്യാവശ്യം വെളിച്ചൊക്കെ കിട്ടും, കൈ പിടിക്കാൻ പറ്റത്തില്ല. ജാവയിൽ പറ്റത്തുള്ളൂ. അത് മൈൻക്രാഫ്റ്റ് ബെഡ് റോക്കിലും പറ്റത്തില്ലാന്ന് തോന്നുന്നത്. പക്ഷെ ഇതിൽ റോക്കറ്റ് കൈ പിടിക്കാൻ പറ്റും, അതുകൊണ്ട് വലിയ സീനില്ല. എവിടെയൊക്കെ ഇരുട്ടാ. അയൺ വല്ലതും കിട്ടിയായിരുന്നു നിങ്ങൾക്ക് കൊള്ളായിരുന്നു. ഓക്കെ, ഇവിടെ ഇനി വലിയ സീനില്ല. ഈ ഭാഗം വലിയ ഇഷ്യൂ. നമ്മൾ നേരത്തെ കണ്ട ആ വീട്ടിൽ മൈനിങ്ങിന് പോയാലോ. അല്ലാതെ ഇവിടെ നിന്നൊരു ഉണ്ടേ കിട്ടും. ഫുഡിന് കിട്ടി. ഫുഡായി. ഇതിവിടെ വെക്കണം. എന്നിട്ട് ഫുഡ് തയ്യാറാക്കാം. അങ്ങോട്ട് ഉണ്ടാക്കാം. ബ്രെഡ് 21 ബ്രെഡ്. ഏബയിൽ കുറച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ട് നടക്കുന്നത്. ഇവിടെയൊക്കെ കുറേ കേവുകളൊക്കെ കണ്ടിട്ട്. ഈ കേവ് ഞാൻ നേരത്തെ അവിടെ നിന്ന് കണ്ടേ. ഇതിനപ്പോൾ നേരത്തെ തുള്ളിച്ചാടി കയറി ഗൈസ്. മൂഞ്ചൽസ് വില്ലേജേഴ്സ് ഉണ്ട്. നമുക്ക് മഷ്റൂം ഐലൻഡ് ആണോ അത്? കാണിച്ച സെറ്റ് അല്ലാതെ ഒന്നും മതി, കുഴപ്പമില്ല. നമ്മൾ നേരത്തിന് കടന്നുറങ്ങുക വെച്ചാൽ വില്ലേജേഴ്സിന് വലിയ സീൻ വരത്തില്ല. ഒരു മൈനിങ് ഏരിയ തുടങ്ങിയാലോ? എന്ത് വേണം? കുറച്ച് അയൺ കുളത്തിനെ കൊന്നാലോ? അയൺ കുളത്തിനെ കൊന്നാൽ പിന്നെ നമുക്ക് ജാവയിലകത്ത് അയൺകുളം പിന്നെ സ്പോണാവും. പക്ഷെ ബെഡ് റോക്കിൽ സ്പോണാവില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നല്ല അമ്പോളി കിട്ടത്. അമ്പോളി കിട്ടിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. മോനെ സ്കെൽട്ടൻ മോനെ പൊന്നാരം നിക്ക് നീ തീർന്നു. ഞാൻ പറഞ്ഞില്ല എപ്പോഴും അവിടെ നാട്ടിൽ വരിക, അതുകൊണ്ട് ഞാൻ അവിടെ കടന്നുറങ്ങി. എനിക്കറിയായിരുന്നു അങ്ങനത്തെ ഓരോ കുരുട്ടുകളുണ്ടാവും. കുഴപ്പമില്ല മോനെ, നിന്നെ ഞാൻ കൊന്ന് കൈസവനെ ഞാൻ കൊന്നിരിക്കും. അവൻ ടീസ്പൂണായ ഉരുട്ട്.
എൻ്റെ ആക്സ് ഫുഡ് ഇനി അവനെ ഞാൻ കൊന്നു വെച്ചു. നമ്മൾ ടീസ്പൂണായോ? അവന്മാരെന്തേ പോയത്? അവന്മാർ കാണാനില്ലല്ലോ. നമുക്കൊരു കാര്യം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ചുമയും ജലദോഷവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഒരു മിനിറ്റ്. ഗൈസ്, നല്ലൊരു ഐഡിയ. മീനെ കിട്ടി നമുക്ക് പൂച്ചനെ അടക്കാം. അതാകുമ്പോൾ വലിയ ക്രീപ്പറിൻ്റെ വലിയ ശല്യം ഉണ്ടാകത്തില്ല. പിന്നെ അതുപോലെ നമുക്ക് മൈനിങ് ഏരിയ തുടങ്ങണം. അമ്മേ, my god. തേങ്ങ. Oh my god. Sorry. ഇരുട്ടായോ? ഇല്ല ഭാഗ്യം. നമുക്ക് ഇനി ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു വിളിച്ചാവല്ലേ. പറഞ്ഞ് നാക്കെടുത്തില്ല. നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അയൺകുളത്തിന് കൊന്നാലോ? ഒരു ഷീൽഡ് ഒപ്പിക്കും, ആയിരിക്കും ബെറ്റർ. അയൺകുളത്തിനെ കൊല്ലാം. അല്ലാതെ നടക്കത്തില്ല. അല്ലാതെ ഒരു അയൺ പോലും ഇവിടുന്ന് കിട്ടുന്ന എനിക്ക് വേണ്ട. ശേഷം അയൺകുളമേ. എൻ്റെ ഐറ്റംസ് എല്ലാം കൊന്നു. നമുക്ക് ഞാൻ ആക്സ് മാത്രം എടുത്തിട്ടാണ് പോയി കൊല്ലാം. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്ത് അപ്പോഴേക്കും വായിൽ പലതും വരുന്നുണ്ട്. എന്താ ചെയ്യുക? ഇത്രയും നേരം ഞാൻ റീസ്പോൺ സെറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല. ഒറ്റ പോക്ക അതേ ഉണ്ടാകത്തുള്ളൂ. ഇത് ഓർഡറിൽ വെച്ചില്ലെങ്കിൽ എനിക്ക് തന്നെ പണിയാവും. 1 മിനിറ്റ്. നൈറ്റായോ? നൈറ്റ് സീൻ അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാനിങ്ങനെ കൊന്നിരിക്കും അയൺകുളമേ. ഒന്നെങ്കിൽ ഇന്നത്തെ വീഡിയോ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ അവനെ നാളത്തെ വീഡിയോ ഒക്കെ എടുത്ത് കൊല്ലും. 1 മിനിറ്റ്. എൻ്റെ സാധനം ഇതോടെ കടന്നോട്ടെ. ഇവിടെ ഇഷ്ടം പോലെ കിട്ടും, കുഴപ്പമില്ല. അയൺകുളത്തിൽ ഞാൻ ഇന്ന് കൊന്നിട്ട് തന്നെയാണ് കഴിച്ചത്. ചിലപ്പോൾ നാളത്തെ വീഡിയോത്തേക്ക് കൊല്ല നോക്കട്ടെ. കാരണം അവന് എനിക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം അവനത് ഒരു തട്ടിയാണ് അവൻ എന്തെങ്കിലും ചെയ്തേ.
മോനിസേ നിന്നെ കാണിച്ചാടാ. നീ തീർന്നടാ മക്കളെ, നീ തീർന്നടാ, നീ തീർന്നു. അവൻ്റെ കളി എൻ്റെ അടുത്താ. അവൻ എന്നെ കൊല്ലും. അവനെ ഞാൻ അങ്ങോട്ട് തട്ടി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓളൊന്ന് ബെല്ലൈക്കൻ അമർത്തുക. ബൈ.